വിസ്താര എയർലൈൻസിന്റെ മനോഹരമായ ലിവറി അഥവാ വിമാനത്തിന്റെ പുറത്തെ ഡിസൈൻ ചരിത്രത്തിന്റെ ഭാഗമാകാൻ തുടങ്ങുന്നു എന്ന വാർത്ത വിമാനപ്രേമികൾക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇതിന്റെ ആദ്യപടിയായി വിസ്താരയുടെ VTTNR എന്ന രജിസ്ട്രേഷനിലുള്ള എയർബസ് A320 നിയോ വിമാനം ഇപ്പോൾ എയർ ഇന്ത്യയുടെ പുതിയ ലിവറിയിലേക്ക് മാറ്റി പെയിന്റ് ചെയ്തിരിക്കുന്നു. ഈ മാറ്റത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ ഇവയൊക്കെയാണ്. വിമാനത്തിന്റെ മാറ്റം. വിസ്താരയുടെ ഭാഗമായിരുന്ന VTTNR വിമാനം ഇനി എയർ ഇന്ത്യയുടെ ദിവിസ്ത എന്നറിയപ്പെടുന്ന പുതിയ ലോഗോയിലും നിറങ്ങളിലുമായിരിക്കും പറക്കുക. ലയനം. ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള വിസ്താരയും എയർ ഇന്ത്യയും തമ്മിലുള്ള ലയന പ്രക്രിയയുടെ ഭാഗമായാണ് ഈ മാറ്റം. ഭാവിയിൽ വിസ്താര എന്ന ബ്രാൻഡ് പൂർണ്ണമായും എയർ ഇന്ത്യയിൽ ലയിക്കും. വിസ്താര ലിവറിയുടെ പ്രത്യേകത. പർപ്പിൾ, ഗോൾഡ് നിറങ്ങൾ ചേർന്ന വിസ്താരയുടെ ഡിസൈൻ യാത്രക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. അത് മാറുന്നത് പലരിലും അല്പം സങ്കടമുണ്ടാക്കുന്നുണ്ടെങ്കിലും എയർ ഇന്ത്യയുടെ ആധുനികമായ പുതിയ ലുക്കിലേക്ക് വിമാനങ്ങൾ മാറുന്നത് ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ്. എന്തുകൊണ്ടാണ് ഈ മാറ്റം ശ്രദ്ധേയമാകുന്നത്? വിസ്താരയുടെ മികച്ച സേവന നിലവാരവും എയർ ഇന്ത്യയുടെ പാരമ്പര്യവും ഒന്നിക്കുമ്പോൾ ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ വലിയൊരു മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. VTTNR വിമാനത്തിൽ വന്ന ഈ മാറ്റം വിസ്താരയുടെ മറ്റ് വിമാനങ്ങളും ഉടൻ തന്നെ എയർ ഇന്ത്യയുടെ ഭാഗമായി മാറുമെന്നതിന്റെ സൂചനയാണ്. വിസ്താരയുടെ ലിവറിയിൽ അവസാനമായി പറക്കുന്ന വിമാനങ്ങളെ കാണാൻ വിമാനപ്രേമികൾ ഇപ്പോൾ വിമാനത്താവളങ്ങളിൽ തിരക്കുകൂട്ടുന്നുണ്ട്. ഇനി വിസ്താരയും എയർ ഇന്ത്യയും തമ്മിലുള്ള ലയനത്തെക്കുറിച്ചും എയർ ഇന്ത്യയുടെ പുതിയ സൗകര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാം. ലയന പ്രക്രിയ. സിംഗപ്പൂർ എയർലൈൻസും ടാറ്റ ഗ്രൂപ്പും സംയുക്തമായി നടത്തിയിരുന്ന വിസ്താര പൂർണ്ണമായും എയർ ഇന്ത്യയുടെ ഭാഗമാകുന്നതോടെ ഇന്ത്യൻ ആകാശത്ത് ഒരു വമ്പൻ മാറ്റത്തിനാണ് വഴിതെളിയുന്നത്. യാത്രക്കാർക്ക് വിസ്താര നൽകിയിരുന്ന പ്രീമിയം സേവനങ്ങൾ എയർ ഇന്ത്യയിലൂടെ തുടർന്നും ലഭ്യമാക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. പ്രധാന മാറ്റം. വിസ്താരയുടെ ലിവറി മാറുന്നത് പല വിമാനപ്രേമികൾക്കും സങ്കടകരമായ കാര്യമാണെങ്കിലും എയർ ഇന്ത്യയുടെ ആഗോളതലത്തിലുള്ള വളർച്ചയുടെ അടയാളമായാണ് ഈ മാറ്റത്തെ വിലയിരുത്തുന്നത്. എയർ ഇന്ത്യയുടെ പുതിയ ലിവറിയെക്കുറിച്ചും ഈ ലയനത്തിന് ശേഷം ടിക്കറ്റ് ബുക്കിംഗിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാം. 1. എയർ ഇന്ത്യയുടെ പുതിയ ലിവറി ദിവിസ്ത. എയർ ഇന്ത്യയുടെ പുതിയ ഡിസൈൻ വെറും നിറം മാറ്റം മാത്രമല്ല, അത് കമ്പനിയുടെ ആധുനിക മുഖത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിറങ്ങൾ. ഗോൾഡ്, ചുവപ്പ്, പർപ്പിൾ എന്നീ നിറങ്ങളുടെ മിശ്രിതമാണ് പുതിയ ലിവറിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലോഗോ. ദിവിസ്ത എന്നറിയപ്പെടുന്ന പുതിയ ലോഗോ വിൻഡോ ഫ്രെയിമിന്റെ ആകൃതിയിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇത് പരിധികളില്ലാത്ത അവസരങ്ങളെയും ആത്മവിശ്വാസത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. വിസ്താരയുടെ സ്വാധീനം. വിസ്താരയുടെ അടയാളമായ പർപ്പിൾ നിറം എയർ ഇന്ത്യയുടെ പുതിയ ലിവറിയിലും ബ്രാൻഡിംഗിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. 2. ലയനത്തിന് ശേഷം ടിക്കറ്റ് ബുക്കിംഗിലെ മാറ്റങ്ങൾ. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇവയാണ്. 1. വെബ്സൈറ്റും ആപ്പും. വിസ്താരയുടെ വിമാനങ്ങൾ ഇപ്പോൾ എയർ ഇന്ത്യയുടെ വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ ആണ് ബുക്ക് ചെയ്യേണ്ടത്. വിസ്താരയുടെ പഴയ ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകൾ എയർ ഇന്ത്യയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. 2. ഫ്ലൈറ്റ് കോഡുകൾ. വിസ്താര വിമാനങ്ങളുടെ കോഡ് മുമ്പ് UK എന്നായിരുന്നു. ലയനശേഷം ഇത് AI എന്നതിലേക്ക് മാറി. എങ്കിലും വിസ്താര വിമാനങ്ങളെ തിരിച്ചറിയാൻ AI2XXX അഥവാ 2000-ന് മുകളിലുള്ള നമ്പറുകൾ എന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. 3. വിസ്താര ക്ലബ്. വിസ്താരയുടെ ഫ്രീക്വന്റ് ഫ്ലയർ പ്രോഗ്രാം എയർ ഇന്ത്യയുടെ ഫ്ലൈയിംഗ് റിട്ടേൺസ് എന്ന പദ്ധതിയുമായി ലയിപ്പിച്ചു. നിങ്ങളുടെ പഴയ പോയിന്റുകൾ ഇപ്പോൾ എയർ ഇന്ത്യയുടെ പോയിന്റുകളായി ഉപയോഗിക്കാം. 4. വിമാനത്തിനുള്ളിലെ സേവനങ്ങൾ അഥവാ ഇൻ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്. വിസ്താര യാത്രക്കാർക്ക് നൽകിയിരുന്ന മികച്ച ഭക്ഷണവും പ്രീമിയം സേവനങ്ങളും എയർ ഇന്ത്യയിലും തുടരുമെന്ന് കമ്പനി ഉറപ്പു നൽകിയിട്ടുണ്ട്. വിസ്താരയുടെ ക്രൂ അംഗങ്ങൾ തന്നെയാകും പല വിമാനങ്ങളിലും സേവനം നൽകുന്നത്.